ഇപ്പോൾ വളരെയധികം വിദ്യാർത്ഥികൾക്ക് ബോർഡ് പരീക്ഷകൾ നടക്കുകയാണെന്ന് എനിക്കറിയാം. പലർക്കും ഇപ്പോഴും എക്സാമുകളുടെ സമയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്, ഈ ഹോണ്ടഡ് ഹോസ്റ്റൽ കഥ നിങ്ങളോട് പറയാൻ ഇതാണ് ശരിയായ സമയം എന്ന്. ഹോസ്റ്റൽ എന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്. പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളും അനുഭവങ്ങളും അവിടെ തന്നെയാണ് ആളുകൾ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും പഠിക്കുന്നത്. ഉദാഹരണത്തിന്, എങ്ങനെ ജീവിതം നയിക്കണം, എങ്ങനെ സ്വയം ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ജീവിക്കണമെന്ന്. അവിടെ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ദൂരെയായിരിക്കും. നമുക്ക് വളരെ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ പഠനത്തിൽ ഗൗരവം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ആ സ്വാതന്ത്ര്യം തെറ്റായി ഉപയോഗിച്ചാൽ ജീവിതം തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെയും പരീക്ഷയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ്റെ പരീക്ഷകൾ വളരെ അടുത്തെത്തിയിരുന്നു. അവൻ്റെ പേര് കാർത്തിക്. കാർത്തിക് ഇതിനകം തന്നെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അവൻ വർഷങ്ങളായി അവിടെ തന്നെയാണ്. പക്ഷെ അവൻ്റെ സുഹൃത്തുക്കളും റൂംമേറ്റ്സും വളരെ അലസമായ സ്വഭാവക്കാരായിരുന്നു. അവർക്ക് വലിയൊരു ലക്ഷ്യവുമില്ലായിരുന്നു. അവർക്ക് പരീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർ പഠിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അവർ കാർത്തികിനോടും പറഞ്ഞു, നീയും പഠിക്കണ്ട, ഞങ്ങളോടൊപ്പം നീ കളിക്കാൻ വായെന്ന്. പക്ഷെ കാർത്തിക് അങ്ങനെ ആയിരുന്നില്ല. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വളരെ നല്ലൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ബോർഡ് പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് നേടണം, അതിനാൽ ഞാൻ നിങ്ങളിൽ നിന്നും അല്പം അകന്ന് നിൽക്കേണ്ടി വരുമെന്ന്. ഇതുകൊണ്ട് കാർത്തിക് മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ പോകാൻ പോകുന്ന ആ ഹോസ്റ്റലിൽ ഒരു ഭയാനകമായ കഥ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടെ ഞാനിവിടെ വ്യക്തമാക്കാം. ഞാനീ പറയാൻ പോകുന്ന ഈ ഹൊറർ സ്റ്റോറി, ഈ ഹോസ്റ്റൽ കഥ വെറുമൊരു സങ്കല്പമല്ല, ആരോ പറഞ്ഞ കഥയുമല്ല. ഇത് ഗൂഗിളിൽ തന്നെ ലഭിക്കുന്ന വിവരങ്ങളാണ്. കർണാടകയിലെ ഈ ഹോസ്റ്റൽ വളരെ ഹോണ്ടഡ് ആണെന്ന് നിരവധി ആർട്ടിക്കിളുകൾ പറയുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ കഥകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ കഥ ആരംഭിക്കുന്നത് 2016 ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ മൊബൈൽ റെവല്യൂഷൻ നടക്കുകയായിരുന്നു. ഫോണുകൾ വളരെ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചറുകളോടുകൂടി ലഭിക്കാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ വേഗത്തിൽ ജനങ്ങൾക്കിടയിൽ ജനപ്രിയമായി. ലോകം പുതിയൊരു കാത്തിരിപ്പിനായി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു സമയത്ത് കാർത്തിക് എന്ന വളരെ ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥി, അവൻ്റെ ബോർഡ് പരീക്ഷകളും അടുത്തെത്തി. അവൻ വളരെ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആൺകുട്ടി. പക്ഷേ അവൻ്റെ റൂംമേറ്റ്സ് അവനെ പഠിക്കാൻ അനുവദിച്ചില്ല. അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് പാസിംഗ് മാർക്ക് മാത്രം മതി, ഞങ്ങൾ നിന്റെ ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം വന്ന് കളിക്കെന്ന്. പക്ഷേ കാർത്തിക് ഒരൊറ്റ കാര്യം മനസ്സിലാക്കി, ഇനി ഈ മുറിയിൽ തുടർന്നാൽ ഞാൻ ഉറപ്പായും ഫെയിലാകും. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ബോർഡ് പരീക്ഷകൾ കഴിയുന്നതുവരെ മറ്റൊരു ഹോസ്റ്റലിൽ താമസിക്കാം, പിന്നെ അടുത്ത വർഷം വീണ്ടും ഇവിടെ തിരിച്ചു വരാം. അതുകൊണ്ട് കാർത്തിക് പുതിയ ഹോസ്റ്റലുകൾ തിരയാൻ തുടങ്ങി. പക്ഷെ അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചിലത് വളരെ വില കൂടിയവയായിരുന്നു, ചിലയിടങ്ങളിൽ വളരെ തിരക്കായിരുന്നു, ചില ഹോസ്റ്റലുകൾ അവന് ശരിയായി തോന്നിയതുമില്ല. അങ്ങനെ അവൻ അപ്പോഴും പുതിയ ഹോസ്റ്റൽ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ റൂംമേറ്റ് അവനോട് പറഞ്ഞു, ബ്രോ, നിനക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ബോർഡ് പരീക്ഷകൾ തുടങ്ങുകയല്ലേ, ആ സമയത്താണ് നീ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടെ പോയി താമസിക്ക്. അതൊരു ഗവൺമെൻറ് ഹോസ്റ്റലാണ്. അവിടെ അധികം ആളുകളൊന്നും താമസിക്കുന്നില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നിനക്കവിടെ ശാന്തമായി പഠിക്കാനും സാധിക്കുമെന്ന്. ഇതിന് കാർത്തിക് പറഞ്ഞു, ശരി ബ്രോ, അങ്ങനെയാണെങ്കിൽ ആ ഹോസ്റ്റൽ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ആ റൂംമേറ്റ് ഫുൾ അഡ്രസ്സ് എഴുതി കൊടുത്തു. കാർത്തിക് അവിടെ പോകാൻ തയ്യാറാകുമ്പോൾ ആ റൂംമേറ്റ് അവനോട് വീണ്ടും പറഞ്ഞു, ബ്രോ, നീ പോകുന്നുണ്ടല്ലേ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആ ഹോസ്റ്റലിനെ കുറിച്ച് പുറത്താളുകൾ നല്ലതൊന്നുമല്ല സംസാരിക്കുന്നത്. ആളുകൾ പറയുന്നത് അവിടെ ആരും അങ്ങനെ നീണ്ട സമയമൊന്നും താമസിക്കില്ല. ആരെങ്കിലും അവിടെ താമസിക്കാൻ വന്നാൽ അവർ പലപ്പോഴും അർദ്ധരാത്രി തന്നെ ഹോസ്റ്റൽ വിട്ടു പോകും. ചിലർ ഉച്ചയ്ക്ക് പോകും, ചിലർ പകൽ പോകും. ഇപ്പോഴും അവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അവർ രാത്രി ജോലി ചെയ്യാൻ പോകും, രാവിലെ ഹോസ്റ്റലിലെത്തി ഉറങ്ങും, പിന്നെ വൈകുന്നേരം വീണ്ടും ജോലിക്ക് പോകും. അതായത് രാത്രി സമയത്ത് അവിടെ നീ ഒറ്റയ്ക്കായിരിക്കും. അതൊന്നും സാരമില്ല ബ്രോ, ഞാൻ രാത്രി നേരത്തെ ഉറങ്ങും, പുറത്തൊന്നും പോകാറുമില്ല. ഇപ്പോൾ ഇത് കേട്ട് റൂംമേറ്റ് പറഞ്ഞു, നീ പുറത്തേക്ക് പോകില്ലെങ്കിൽ ശരി, പക്ഷേ പുറത്തുള്ളവർക്ക് അകത്ത് വരാൻ പറ്റില്ലേ? ഇപ്പോൾ കാർത്തിക് പറഞ്ഞു, ബ്രോ, വെറുതെ എന്തിനാണ് നീ എന്നെ പേടിപ്പിക്കുന്നത്, നീ എന്നെ പഠിക്കാൻ അനുവദിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ കാർത്തിക് ആ ഗവൺമെൻറ് ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്യാൻ പോയി. 2 സ്യൂട്ട്കേസുകളുമായി അവൻ അവിടെ എത്തി. ആ ഹോസ്റ്റൽ കണ്ടപ്പോൾ തന്നെ അവൻ ഞെട്ടി. അത് ഏകദേശം ഒരു പഴയ പാഴടഞ്ഞ കെട്ടിടം പോലെയായിരുന്നു. നേരെ റിസപ്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് റൂമിൻ്റെ കീ വാങ്ങി വാടകയും കൊടുത്തു. ശേഷം 1ാം നിലയിലേക്ക് പോയി. അവിടെ നീണ്ട കോറിഡോർ ആയിരുന്നു. കെട്ടിടത്തിൻ്റെ രൂപം ഏകദേശം ഒരു ചതുരം പോലെയായിരുന്നു. കാർത്തിക് ശ്രദ്ധിച്ചു, മിക്കവാറും എല്ലാ വാതിലുകളും അടച്ചു പൂട്ടിയിട്ടുണ്ട്.
2-3 വാതിലുകളുടെ മുന്നിൽ മാത്രം വസ്ത്രങ്ങൾ ഉണക്കാൻ തൂക്കിയിരിക്കുകയാണ്. അതായത് ഇവിടെ 4-5 റൂമുകളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്, ബാക്കിയെല്ലാം ശൂന്യമാണ്. അങ്ങനെ അവൻ തൻ്റെ റൂമിൻ്റെ മുന്നിലേക്ക് നടന്നു. അവിടെ കണ്ടത് വാതിലിലെ താക്കോൽ മുഴുവനും തുരുമ്പ് പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അതായത് ആ മുറി വർഷങ്ങളായി തുറന്നിട്ടേയില്ല. അവൻ തൻ്റെ കയ്യിലെ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു. വാതിൽ ശക്തിയായി തുറന്നപ്പോൾ പൊടി മുഴുവനും അവൻ്റെ മുഖത്തേക്ക് പടർന്നു. അകത്ത് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഇത്രയും അഴുക്കോ? എത്ര വർഷമായി ഈ മുറി അടച്ചിട്ടിട്ട്? എത്ര കാലമായി മുറിയൊന്ന് ക്ലീൻ ചെയ്തിട്ട്? ആ സമയം തന്നെ അവൻ്റെ സുഹൃത്ത് പറഞ്ഞ ഓർമ്മ വന്നു. ഇവിടെ ആരോ അലഞ്ഞു തിരിയുന്നുണ്ട്, ഇവിടെ എന്തോ ഉണ്ട്, അത് ആളുകളെ പകൽ സമാധാനമായിരിക്കാൻ അനുവദിക്കുന്നില്ല, രാത്രി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ആളുകൾ ഈ റൂം വിട്ടു പോകുന്നത്. ചിലർ അവരുടെ പണം പോലും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ കാർത്തിക് ചിന്തിച്ചു, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന്. അങ്ങനെ അവൻ നേരെ റിസപ്ഷനിലേക്ക് തിരിച്ചുപോയി. അവിടെ ഇരുന്നിരുന്ന റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ? ആളുകൾ ഇവിടെ നിന്നും പെട്ടെന്ന് പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ സുഹൃത്തും പറഞ്ഞിരുന്നു, ഈ ഹോസ്റ്റലിനെ കുറിച്ച് ആളുകൾ നല്ലതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ഈ റിസപ്ഷനിൽ ഇരുന്ന ആളുടെ പേര് സുധീർ എന്നാണ്. സുധീർ പറഞ്ഞു, ബ്രോ, ഞങ്ങളിപ്പോൾ ഈ ഹോസ്റ്റൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നവരാണ്. ഇവിടെ റൂമുകളുടെ വാടക വളരെ കുറവാണ്. അതുകൊണ്ട് ചിലർ ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പരത്തുന്നു, അവിടെ പോകരുത്, അത് വിശ്വസിക്കരുത് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ചില ആളുകൾ ഇവിടെ വന്നിരുന്നു, പക്ഷെ അവരുടെ മാനസിക നില ശരിയായിരുന്നില്ല. അതിനാൽ അവർ പലതും കണ്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ പരത്തി. ഞാൻ ദിവസം മുഴുവനും ഇവിടെ ഇരിക്കുന്ന ആളാണ്, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സുധീറിന്റെ വാക്കുകൾ കേട്ട ശേഷം കാർത്തിക് അല്പം ശാന്തനായി. അവൻ സ്വയം പറഞ്ഞു, എൻ്റെ ബോർഡ് പരീക്ഷകൾ തീർന്നതുവരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ശേഷം പോകാം. ഭൂതപ്രേതങ്ങളിലൊന്നും എനിക്കൊട്ടും വിശ്വാസമേ ഇല്ല എന്ന്. അങ്ങനെ അവൻ തൻ്റെ റൂമിലേക്ക് പോയി. ശാന്തമായി തൻ്റെ ടേബിളിന് മുന്നിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആ പഠിക്കാനിരുന്ന ടേബിൾ അത് എങ്ങനെയാണെന്നറിയാമോ? ടേബിളിന് നേരെ മുന്നിൽ തന്നെ ഒരു ജനലുണ്ടായിരുന്നു. അതായത് അവിടെ ഇരുന്നാൽ പുറത്തുള്ള എല്ലാം കാണാൻ പറ്റും. ഇവിടെ ടേബിൾ ആണെങ്കിൽ ഇതിന് മുന്നിൽ ജനാല, അതിന് മുന്നിൽ കോറിഡോർ, പിന്നെ പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. തൊട്ടടുത്തായിട്ട് തന്നെ അവൻ്റെ മുറിയുടെ വാതിലും ഉണ്ടായിരുന്നു. അതിനാൽ ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്താൽ അവനതെല്ലാം വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയായി. ചുറ്റും പൂർണ്ണമായ ശാന്തത, അല്പം സൂര്യപ്രകാശവും കാറ്റും ഉണ്ടായിരുന്നു. ആ സമയത്താണ് കാർത്തിക് ശ്രദ്ധിച്ചത്, ജനലിന്റെ ഒരു കോണിൽ 2 ആളുകൾ നിൽക്കുന്ന പോലെ തോന്നി. അവർ മുഴുവനും കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാർത്തിക് ശാന്തമായി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ശരിക്കും ആരും അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൻ ചിന്തിച്ചു. ഇവർ എൻ്റെ വാതിലിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും സഹായം വേണോ? അവൻ ഭയന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. തുറക്കണോ വേണ്ടയോ എന്നൊരു ആശങ്ക അവൻ ഉണ്ടായിരുന്നു. വീണ്ടും അവൻ ഒരു പ്രാവശ്യം ജനലിനടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ആ വ്യക്തി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. മുഖവും അല്പം വിചിത്രമായി തോന്നുന്നു. അവൻ വാതിലിനടുത്തേക്ക് പോയി വളരെ പതുക്കെ വാതിൽ തുറന്ന ഉടനെ അവൻ പുറത്തേക്ക് നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ട് പോയി വലതും ഇടതും എല്ലാം നോക്കി. ചുറ്റും ആരുമില്ല, പൂർണ്ണമായും ശാന്തത മാത്രം. അവൻ വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇത് അസാധ്യമല്ലേ എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവൻ വീണ്ടും ടേബിളിനടുത്ത് വന്നിരുന്നു. ശരി, ആരെങ്കിലും ആയിരിക്കാം, പക്ഷെ എനിക്കിപ്പോൾ ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറാകണം. എന്ത് സംഭവിച്ചാലും ഞാൻ പഠനത്തിൽ ശ്രദ്ധിക്കുമെന്നവൻ ചിന്തിച്ചു. അന്ന് രാത്രി കാർത്തിക് വളരെ വേഗം തന്നെ ഉറങ്ങിപ്പോയി. കാരണം അടുത്ത ദിവസം രാവിലെ തന്നെ അവന് പരീക്ഷയ്ക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതവൻ്റെ ആദ്യ പരീക്ഷയായിരുന്നു. അടുത്ത ദിവസം അവൻ പരീക്ഷാ ഹാളിൽ പോയിരുന്നു. ഉത്തരക്കടലാസിൽ തൻ്റെ പേരും മറ്റുള്ള വിവരങ്ങളും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ചിന്തിച്ചു, ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് വന്നത് ഒരു തെറ്റായ തീരുമാനം ആയോ? എൻ്റെ മുഴുവൻ പരീക്ഷയും ഇത് കാരണം പ്രശ്നമാകുമോ? ഇവിടെ നടക്കുന്ന ഈ വിചിത്ര കാര്യങ്ങൾ എന്നെ പഠിക്കാൻ അനുവദിക്കുമോ? എന്നാൽ അവൻ്റെ മനസ്സിൽ മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇവിടെ വാടക വളരെ കുറവാണ്, കൂടാതെ ഞാൻ മുറിയിൽ ഒറ്റയ്ക്കല്ലേ, അതിനാൽ ശ്രദ്ധിച്ചു പഠിക്കാനും കഴിയും. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് അവൻ തൻ്റെ പരീക്ഷ പൂർത്തിയാക്കി. പരീക്ഷ വളരെ നന്നായി തന്നെ എഴുതി. അതിനുശേഷം കാർത്തിക് ചിന്തിച്ചു, ഇന്നലെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എൻ്റെ പരീക്ഷ നല്ലതായിരുന്നു, അതിനാൽ ഇവിടെ താമസിക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ അവൻ ഹോസ്റ്റലിലേക്ക് മടങ്ങി. നേരെ കിടക്കയിൽ കിടന്നു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയായി. അവൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അടുത്ത് കാർത്തികിന്റെ കണ്ണു തുറന്നപ്പോൾ രാത്രി 9 മണിയായി. അവൻ അത്രയും ക്ഷീണിതനായതുകൊണ്ട് 6 മണിക്കൂർ ഉറങ്ങി. പക്ഷേ സാധാരണയായി അവൻ രാത്രി 9 മണിക്ക് ഉറങ്ങാൻ കിടക്കാറാണ് പതിവ്. എന്നാൽ അന്നവൻ അപ്പോഴാണ് എഴുന്നേറ്റത്. അവൻ പെട്ടെന്ന് ഫോൺ നോക്കി. അയ്യോ, 9 മണിയോ? ഇനി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതോടൊപ്പം പഠിക്കണം. എൻ്റെ അടുത്ത പരീക്ഷ 2 ദിവസം കഴിഞ്ഞാണ്, പക്ഷെ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങണം. അങ്ങനെ വേഗത്തിൽ ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രമെല്ലാം മാറി ടേബിളിന് മുന്നിൽ ഇരിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ മുറിയുടെ വാതിലിന് പുറത്തു നിന്നും ഒരു വിചിത്ര ശബ്ദം കേട്ടു.
ആരോ പുറത്ത് നിൽക്കുന്ന പോലെ അവന് തോന്നി. അപ്പോൾ അവന്റെ മുന്നിലെ ജനൽ അടച്ച നിലയിലായിരുന്നു. ഇപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ജനൽ തുറക്കണ്ട, കഴിഞ്ഞ തവണ ആരോ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു, അതെന്റെ ശ്രദ്ധ തെറ്റിച്ചു, ഇപ്പോഴും അവിടെ ആരെങ്കിലും ഉണ്ടാകാം. ഉടൻ തന്നെ അവന്റെ വാതിൽ ആരോ മുട്ടി. കാർത്തിക് അല്പം പേടിച്ചു. കാരണം രാത്രി 9 മണി, ചുറ്റുമൊന്നും ആരും ഉണ്ടാകാറില്ല. ഹോസ്റ്റലിലും അധികം ആളുകൾ താമസിക്കുന്നില്ല. റിസപ്ഷനിൽ സുധീറും ഇപ്പോൾ ഉണ്ടായിരിക്കില്ല. അവനത് ചിന്തിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വാതിൽ മുട്ടി. ഇപ്പൊ കാർത്തിക് കൂടുതൽ ആശങ്കപ്പെട്ടു. പുറത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കാം, ആരെങ്കിലും സഹായത്തിന് വിളിക്കുന്നുണ്ടാകാം എന്നായിരുന്നു അവന്റെ ചിന്ത. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാർത്തിക് വാതിൽ തുറക്കാൻ പോയി. അവൻ വളരെ പതുക്കെ വാതിൽ തുറന്നു. ആദ്യം ലോക്ക് തുറന്നു, ശേഷം നിസ്സാരമായി വാതിൽ തുറന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മറ്റാരുമല്ല, സുധീറാണ് നിൽക്കുന്നത്. സുധീർ ചോദിച്ചു, സർ, നിങ്ങൾ എന്തെങ്കിലും അകത്ത് ചെയ്യുകയായിരുന്നോ? കാർത്തിക് പറഞ്ഞു, അതെ, ഞാനിപ്പോൾ പഠിക്കാനിരിക്കുകയായിരുന്നു. ഇതിന് സുധീർ പറഞ്ഞു, ഞാൻ കുറച്ചു സമയത്തേക്ക് അകത്തേക്ക് വരട്ടെ എന്ന്. കാർത്തിക് അതിന് സമ്മതിച്ചു. അതെ, തീർച്ചയായും അകത്തേക്ക് വന്നോളൂ എന്ന്, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സുധീർ അകത്ത് വന്നതോടെ കാർത്തിക് ശ്രദ്ധിച്ചു. സുധീറിന്റെ കൈകൾ വിറയ്ക്കുകയാണ്, കാലുകളും വിറയ്ക്കുന്നുണ്ട്. മുഖവും ഭയത്തിൽ കുലുങ്ങുന്നു, ശരീരം മുഴുവനും വിയർപ്പിൽ നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് കാർത്തിക് അതിശയിച്ചു. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത്ര വിയർക്കുന്നത്? ഇതിന് സുധീർ പറഞ്ഞത്, ഇന്ന് എനിക്ക് എൻ്റെ മുറിയിൽ ഉറങ്ങാൻ കഴിയില്ല. അവിടെ ചില ജോലികൾ നടക്കുകയാണ്. എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അതിനാൽ അവിടെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കോറിഡോറിൽ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സ്ത്രീയെ കണ്ടത്. അതിനാലാണ് ഞാൻ ഓടി നിങ്ങളുടെ മുറിയിലേക്ക് വന്നത്. നിങ്ങൾ രാത്രി പഠിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതിനെ കാർത്തിക് ചോദിച്ചു, ഏത് സ്ത്രീയെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ സ്ത്രീകൾ ആരും താമസിക്കുന്നില്ലല്ലോ. ഇപ്പൊ സുധീർ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകാം. വർഷങ്ങൾക്ക് മുൻപ് ഈ ഹോസ്റ്റലിൽ സമീപ കോളേജിൽ നിരവധി വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നു. അന്നിവിടെ ഒരു സ്ത്രീ ജോലി ചെയ്തിരുന്നു. ഫയലുകളും ഓഫീസ് ജോലികളും ഒക്കെ അവർ ചെയ്തിരുന്നു. പിന്നീട് എന്തോ സംഭവിച്ചു. എൻ്റെ ഓണറും ആ സ്ത്രീക്കും ഇടയിൽ എന്തോ സംഭവിച്ചു. അതിനുശേഷം ആ സ്ത്രീ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. എല്ലാവരുടെയും മുറികളിൽ വെള്ളവും ബക്കറ്റും ഉണ്ടായിരുന്നെങ്കിലും ആരും തീയണയ്ക്കാൻ ശ്രമിച്ചില്ല. എൻ്റെ ഓണറും അന്നിവിടെ ഉണ്ടായിരുന്നു. ആളുകൾ പറയുന്നത് ആ സ്ത്രീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുകയായിരുന്നു എന്നാണ്. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ഗ്രാമത്തിൽ പോയിരുന്നു. എന്നാൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഈ കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കാലിന്റെ ശബ്ദം ഞാൻ കേട്ടു. അവൾ എൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഇവിടെ ആരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. ഇത് കേട്ട ഉടനെ ഞാൻ താഴേക്ക് ഓടി. അതിനുശേഷം ആളുകൾ പറയാൻ തുടങ്ങി, ഈ ഹോസ്റ്റൽ എത്രയും വേഗം അടച്ചു പൂട്ടണം, ഇതിനെ ഇങ്ങനെ ഉപേക്ഷിക്കണമെന്ന്. പക്ഷെ എൻ്റെ ഓണറിന് പണത്തിനോടുള്ള മോഹം വളരെ കൂടുതലാണ്. അതിനാൽ ഇപ്പോഴും ആളുകൾക്ക് റൂമുകൾ കൊടുക്കുന്നു. ഇവിടെയുള്ള ആളുകൾ ഈ ഹോസ്റ്റലിനെ ഭൂതങ്ങളുടെ വീടെന്നാണ് വിളിക്കുന്നത്. ചിലർ ഇവിടെ വരും പോകും, പക്ഷേ യഥാർത്ഥത്തിൽ താമസിക്കാൻ ആരും വരില്ല. ഇത് കേട്ട കാർത്തിക് പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ ഇതെല്ലാം നിങ്ങളോട് ചോദിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സത്യം പറയാമായിരുന്നില്ലേ എന്ന്. എന്തിനാണെല്ലാം മറച്ചു വെച്ചത് എന്ന്. അതെ സാർ, എൻ്റെ ഉടമ പറഞ്ഞിരുന്നു, ഇവിടെ വരുന്നവരോട് സത്യം പറയരുത്, പറഞ്ഞാൽ അവരിവിടെ നിന്നും പോകും, മാസ വാടക കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാം സത്യം പറഞ്ഞു. ഇത് കേട്ട ഉടനെ കാർത്തിക് പറഞ്ഞു, ഞാൻ ഇവിടെ ഇനി ഒരു നിമിഷം പോലും താമസിക്കില്ല. അവൻ ഉടൻ തന്നെ തൻ്റെ സൂട്ട് കേസ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് സുധീർ പറഞ്ഞു, സാർ, ദയവായി ഇന്ന് രാത്രി ഈ വീടിൻ്റെ കവാടം കടക്കരുത്. ഇതിന് കാർത്തിക് ചോദിച്ചു, എന്തിന്? ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ ഇനി എന്തിന് തുടരണം? ഇതിന് സുധീർ പറഞ്ഞത്, എനിക്കിപ്പോഴും പുറത്തു നിന്നും ആ സ്ത്രീയുടെ കാലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ പുറത്ത് അലഞ്ഞു തിരിയുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അവൾ പിടിക്കും. ദയവായി പുറത്തേക്ക് പോകരുത്. നാളെ രാവിലെ നിങ്ങൾക്ക് പോകാം. പക്ഷെ കാർത്തിക് പറഞ്ഞു, നാളെ വരെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. 2 ദിവസത്തിനകം എൻ്റെ ബോർഡ് പരീക്ഷയുണ്ട്. എനിക്ക് ശാന്തമായിരുന്നു പഠിക്കണം. ഇവിടെ ആര് ജീവിച്ചു, ആര് മരിച്ചു, ആരാണ് ഭൂതം, അതൊന്നും എനിക്ക് കാര്യമല്ല. ഞാൻ ഇന്നിറങ്ങും. ഇനി ഇവിടെ താമസിക്കില്ല. അവൻ ഇതിനകം തന്നെ തന്റെ ഫോണിൽ നിന്നും ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. എല്ലാം സൂട്ട് കേസിൽ പാക്ക് ചെയ്ത് വാതിൽ തുറന്ന് അവൻ നടക്കാൻ തുടങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അവൻ കണ്ടത് എല്ലായിടത്തും ഇരുട്ട് മാത്രം. വീടുകളുടെ പുറത്തുള്ള ലൈറ്റും ഓഫായിരുന്നു. ചുറ്റും പൂർണ്ണമായും ഇരുട്ടും നിശബ്ദതയും. അവൻ പതുക്കെ നടക്കാൻ തുടങ്ങി. സുധീറിന്റെ ശബ്ദവും പിന്നിൽ നിന്നും കേൾക്കുന്നില്ല. സുധീർ മുറിക്കുള്ളിൽ വാതിലടച്ചിരിക്കുകയായിരുന്നു. അവൻ പേടിച്ചു, ആ സ്ത്രീ അകത്തേക്ക് വരുമോ എന്ന്. കാർത്തിക് നടക്കുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദത അവനെ അലട്ടുകയായിരുന്നു. പക്ഷേ അവൻ ഇപ്പോഴും ദേഷ്യത്തിലാണ്. ഇവിടെ താമസിച്ച് ഞാൻ എൻ്റെ സമയം കളഞ്ഞു, എൻ്റെ പഠനം നഷ്ടപ്പെടുത്തി എന്നവൻ ചിന്തിച്ചു. അവൻ 1ാം നിലയിൽ നിന്നും താഴേക്കിറങ്ങി പുറത്ത് അവൻ്റെ ടാക്സി നിൽക്കുകയായിരുന്നു. അവൻ ആ സ്യൂട്ട് കേസ് കാറിൽ വെച്ചു. അപ്പോൾ അവൻ ഓർമ്മ വന്നു, ഞാനിവിടെ വന്നപ്പോൾ 2 സൂട്ട് കേസുകൾ കൊണ്ടുവന്നു.
അപ്പോൾ മറ്റൊന്നും മുകളിൽ തന്നെ ഉണ്ടാകുമെന്ന്. അവൻ വീണ്ടും മുകളിലേക്ക് നടന്നു. തൻ്റെ മുറിയിലേക്ക് പോകാൻ പോകുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ആരോ അവനെ വിളിക്കുന്നത് പോലെ. കാർത്തിക് തിരിഞ്ഞു നോക്കി. കോറിഡോറിന്റെ അറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവൾ നേരെ കാർത്തികിനെ നോക്കി നിൽക്കുന്നു. മുഖത്തൊരു വിചിത്രമായ പുഞ്ചിരി. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കാർത്തികിനെ തൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിച്ചു. കാർത്തിക് അറിയാതെ തന്നെ പതുക്കെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ സ്ത്രീ പടിക്കെട്ടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. കാർത്തിക് നടന്നുകൊണ്ടേയിരുന്നു. അവൻ ആ സ്ത്രീയുടെ മുന്നിൽ പൂർണ്ണമായും മയങ്ങിയതുപോലെയായിരുന്നു. അവൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്താൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് സുധീർ ഓടിയെത്തി കാർത്തികിനെ ശക്തമായി പിടിച്ചു വലിച്ച് പടിക്കെട്ടിലൂടെ താഴേക്ക് വലിച്ചു കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ കാർത്തിക് പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ സ്ത്രീ ഭയങ്കരമായൊരു ശബ്ദം മുഴക്കി അവരുടെ പിന്നാലെ ഓടുകയാണ്. അവൾ കാർത്തികിനെ പിന്തുടരുകയാണ്. കാർത്തിക് അപ്പോൾ ഭയത്തോടെ ചിന്തിച്ചു, ഞാൻ ആ സ്ത്രീയുടെ അടുത്തെത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവൾ എന്നെ കൊല്ലുമായിരുന്നോ, അല്ലെങ്കിൽ തിന്നുകളയുമായിരുന്നോ? സുധീർ വേഗത്തിൽ അവനെ താഴേക്ക് കൊണ്ടുവന്നു. കാർത്തികിന്റെ ബ്രീഫ് കേസ് എടുത്തു. രണ്ടുപേരും കാറിൽ കയറി. സുധീർ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഈ സ്ത്രീയുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ടെന്ന്. അവൾ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല. അവൾ ആളുകളെ കൊല്ലും. ഇപ്പോൾ കാർത്തിക് അല്പം ശാന്തനായി. ശരി, ആദ്യം നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാം എന്നവൻ പറഞ്ഞു. പക്ഷെ അവൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നിൽ നിന്ന് മറ്റൊരു കാർ വരികയായിരുന്നു. ആ കാർ അവിടെ നിർത്തി. ഇപ്പൊ കാർത്തിക് ചോദിച്ചു, സുധീർ, ഈ കാർ ആരുടേതാണ്? ഇതിന് സുധീർ പറഞ്ഞത്, ഇതെന്റെ ഓണറുടെ കാറാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഈ സ്ത്രീയുടെ മരണത്തിന് കാരണം എന്റെ ഓണറാണ്. അതുകൊണ്ട് ഇന്ന് ആ സ്ത്രീയും എന്റെ ഓണറും നേരിട്ട് കാണണം. ഇതിനു മുൻപ് 6 തവണ ഞാൻ എന്റെ ഓണറുടെ ജീവൻ ഈ സ്ത്രീയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ അയാളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഇന്ന് എന്ത് സംഭവിക്കുമോ അത് ആ സ്ത്രീയും എൻ്റെ ഓണറും തമ്മിൽ നടക്കട്ടെ. അവൾ ഒരു ഭൂതമാണ്, എൻ്റെ ഓണറാണെങ്കിൽ ഒരു മനുഷ്യനും. ആരാണ് ജയിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ആ ഓണർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ആളുകൾ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഈ സ്ഥലത്ത് പോകുന്ന ചിലർ ഭ്രാന്താകുന്നു, ചിലർ പൂർണ്ണമായും കാണാതാകുന്നു. ഇവിടെ താമസിക്കുന്നവർ പോലും ഭയത്തോടെ ജീവിക്കുകയാണ്. നിങ്ങൾക്കും ഗൂഗിളിൽ തിരഞ്ഞു നോക്കാം, ദ ഹോണ്ടഡ് ഹോസ്റ്റൽ ഇൻ കർണാടക. ഇതിനെക്കുറിച്ച് നിരവധി കഥകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് ആ സ്ഥലത്തിന്റെ ചരിത്രം നന്നായി അറിയുക. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു പക്ഷേ നിങ്ങളുടേതായിരിക്കും. അതെ, അത് സംഭവിക്കാമല്ലോ. എന്തായാലും ഇങ്ങനെയുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ പ്രേത കഥകളൊക്കെ കേട്ട് പേടിച്ച് ഒരു ലൈക്ക് പോലും ചെയ്യാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമന്റ്സും ഒക്കെ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാർത്തിക് വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്നു. കഥ കടയ്ക്ക് വാവേ. ഓക്കെ, സൗണ്ടൊക്കെ അല്ലേ? ഇവിടെ വന്നിരിക്കുക. അമ്മേൻ്റെ അടുത്ത് കാര്യം പറയാനാ വന്നേ. കാര്യം പറ. വാ, കാര്യം പറ വേഗം, എന്നിട്ട് താഴെ പോയി കളിക്കാം. അമ്മ വരുന്നു വേഗം. ഇന്ന് റിക്കയ്ക്ക് സ്കൂളിൽ ലീവാണ്. നാളെ ലീവ്, മറ്റന്നാ ലീവ്. എത്ര ദിവസം ലീവ് റിക്കയ്ക്ക്? ഇനി ഒരു ദിവസം കൂടെ ഉണ്ടോ ലീവ്? ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ പോവാം. ഓക്കെ, എന്നിട്ട് ഇനി ലീവ് കിട്ടും. എന്നിട്ട് ഇനി സ്കൂളിൽ പോകണം. ഇനി ലീവ് കിട്ടും. ഇനി സ്കൂളിൽ പോകണം. കഴിഞ്ഞാ? കാര്യം പറഞ്ഞു കഴിഞ്ഞാ? അമ്മ വീഡിയോ ചെയ്യട്ടെ? സൗണ്ടൊക്കെ ഇല്ലല്ലോ. ഈ ബുക്കൊക്കെ ഇങ്ങനെ വലിച്ചിടല്ലേ. വച്ച് തരാം. ഏത് പേജ്? വേറെ പേജാ? ആര് കീറിയത്? 14, 15. ഓക്കെ ഓക്കെ, കീറാതെ പഠിക്കുക. ഇരുന്ന് പഠിക്കുക. 1 2 3 4 മാം പറഞ്ഞല്ലോ 1 to 20 വരെ കൗണ്ട് ചെയ്യാൻ. പഠിക്കുക. അമ്മ ഇപ്പം വരുന്നു. അയ്യോ വാവ സൗണ്ട് കാണിക്കാതെ കൗണ്ട് ചെയ്യോ? ഓക്കെ, കൗണ്ട് ചെയ്യണ്ട വാവേ. പെയിന്റ് ചെയ്. വാ
ബാഗിലെ പെൻസിൽ കാണും. വാവ എഴുത്, 1 to 20 വരെ എഴുത്. അയ്യോ അതിപ്പോ ശരി, അമ്മ വീഡിയോ ചെയ്തിട്ട് വരുന്നത് വരെ വാവ സൈലന്റ് ആയിട്ടിരിക്കും. അമ്മ വന്നിട്ടിരിക്കുക, പഠിപ്പിക്കാം. ഓക്കെ ഓക്കെ.